വഴി തടഞ്ഞ് ശല്യം ചെയ്തു പേരുപിടിച്ച മാഫിയ സംഘം ഇല്ലാതാക്കി സുരക്ഷിതത്വം ഈ ക്യാമ്പസ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ, ഞങ്ങൾ പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ നമ്മളുടെ ക്യാമ്പസിൻ്റെ വഴിയിൽ കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് എത്താനുള്ള വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ലഹരി മാഫിയ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഡ്രഗ്സിന് അഡിക്റ്റായ കുറേ ആളുകൾ വന്നിട്ട് അതുവഴി വരുന്ന ഓരോ വിദ്യാർത്ഥിനികളെയും ചോദ്യം ചെയ്യുക, വൃത്തികെട്ട രീതിയിൽ മോശമായ രീതിയിൽ കമൻ്റ് അടിക്കുന്ന അവസ്ഥയുണ്ടായി. അത് ചോദ്യം ചെയ്ത ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മർദ്ദിക്കുന്ന സംഭവമാണ് ഇന്നലെ ഈ ക്യാമ്പസിൽ നടക്കുകയുണ്ടായത്. അതിനെതിരെ ഈ ക്യാമ്പസിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ക്യാമ്പസിൽ ഒരു ചുറ്റുമതിലില്ല. നമുക്ക് കാണാം, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ക്യാമ്പസിൽ ഒരു ചുറ്റുമതിലില്ല, ഒരു പൊതു ഗേറ്റ് ഇല്ല ക്യാമ്പസിലേക്ക് വരാൻ പറ്റുന്ന. ആ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ഭേദമന്യേ ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നോ ആ ദിവസം വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ആരുടെ ഔദാര്യമല്ല, ഞങ്ങളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഒരു ലഹരി മാഫിയകൾക്കും അടിമപ്പെടാത്ത അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ഈ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവരുടെ അവകാശങ്ങളൊക്കെ പല രീതിയിൽ ലംഘിക്കപ്പെടുകയാണ്. ഒരു സ്വാതന്ത്ര്യമില്ലാതെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ പഠിക്കാൻ കഴിയുന്നതെന്ന് ഞങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് വരെ ഞങ്ങൾ ഈ ക്യാമ്പസിൽ സമരം തുടരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള പല ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഞങ്ങളുടെ ക്യാമ്പസിൽ ഇല്ല. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാർത്ഥികൾ ഇവിടെ PG പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ആ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങും, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു കൂട്ടം ആരാന്നറിയില്ല പുറത്തു നിന്നുള്ള കുറേ പേര് വന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ മോശമായ രീതിയിലുള്ള സംസാരം ഉണ്ടാവുകയും അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് രീതിയിൽ വിദ്യാർത്ഥികളെ നോക്കുകയും അങ്ങനെ പല സാഹചര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ കൃത്യമായ രീതിയിൽ നമ്മൾ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അവർ എങ്ങനെയോ പോലീസിൻ്റെ കയ്യിൽ നിന്നും പോലീസ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവർ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇത്തരം നമുക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യമാണിത്. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു ഇടപെടലുകൾ ഇതിൽ നേരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഈ ക്യാമ്പസിലോട്ട് വരുമ്പോൾ മനസ്സിലാവും, അതായത് ഒരു ക്യാമ്പസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ വരുന്ന വഴിയിൽ നിറയെ കാടും അങ്ങനെ ആരും ഇല്ലാത്തൊരു വഴിയാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ കുട്ടികൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ ഈ ക്യാമ്പസിൽ ഇതുവരെ ആയിട്ടും കൊണ്ടുവന്നിട്ടില്ല. അധികാരികളോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇതിൽ ഇതുവരെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നടപടികളും ഇതുവരെ ഈ ക്യാമ്പസിൽ എടുത്തിട്ടില്ല എന്ന് അങ്ങനെ ഒരു നടപടികൾ അധികാരികൾ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അന്ന് മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ. അതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും തീരുമാനം. സംസാരങ്ങളിപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. അതിങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ. ഇതിനു മുന്നേയും ഞങ്ങൾ പലതരത്തിലുള്ള പരാതികളും റിക്വസ്റ്റുകളും യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ റിക്വസ്റ്റ് എടുത്ത ഒരു 50ഓളം റിക്വസ്റ്റുകൾ ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കണം, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം വേണം, അങ്ങനെ പലതരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നതുണ്ടാവുന്നു ഇനി ഞങ്ങൾ അതിൽ നിന്നൊരു പുറകോട്ട് പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി അവർ സ്വീകരിക്കുന്നു അന്ന് മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ.
സ്പീക്കർ ഇതിന് മുമ്പിൽ ഗേറ്റ് വെക്കുമെന്നുള്ളതാണ് അവർ ഉറപ്പ് നൽകിയത്. അങ്ങനെ അവർ വെക്കാത്ത പക്ഷം തിങ്കളാഴ്ച മുതൽ നമ്മൾ നിരന്തര സമരത്തിൽ വെക്കുന്നത് വരെ നമ്മൾ സമരവുമായിട്ട് മുമ്പിൽ നമ്മളെല്ലാവരും ഇരിക്കണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുമായി രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ട വിഷയം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കലാണ്. സ്ട്രീറ്റ് ലൈറ്റ് വെക്കൽ ആവശ്യവും യൂണിവേഴ്സിറ്റിയുമായി ചർച്ച ചെയ്യാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് നമുക്ക് അതിനൊരു തീരുമാനം നമ്മൾ ആവശ്യപ്പെട്ട ഔദ്യോഗികമായ യൂണിവേഴ്സിറ്റി തീരുമാനം നമുക്ക് ലഭിക്കണം. ലഭിക്കാത്ത പക്ഷം നമ്മൾ ഇനിയും ആ വിഷയത്തിന് സമരത്തുമായി മുമ്പോട്ട് പോകുമെന്നുള്ളത് നമ്മുടെ ഹരി സംസാരിക്കുന്നതാണ്. എല്ലാവരും ഹരിയെ ശ്രദ്ധിക്കണം. എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ കണ്ടുവന്നാണ് പുറത്തു നിന്നുള്ള ആളുകൾ ഈ ക്യാമ്പസിൽ കയറി കൊണ്ടിട്ട് നമ്മളെ വിദ്യാർത്ഥികളോടും മോശമായ രീതിയിൽ പെരുമാറുന്നത്. അതിനെതിരെ കൃത്യമായ രീതിയിൽ നമ്മൾ പരിഹാരങ്ങൾ നേടുകയും അതിനെതിരെ പ്രതിഷേധ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ മാനേജ്മെന്റ്, നമ്മളുടെ സർവകലാശാല അധികാരികൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിന് ഇന്നലത്തെ വിഷയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കേസ് എടുക്കാനായുള്ള രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കുന്നത് വരെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും അവർക്കെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മളുടെ ഒരു ഗേറ്റ് ക്യാമ്പസിന് വേണമെന്നുള്ളത് നമുക്ക് കുറെ കാലമുള്ള ആഗ്രഹമാണ്. ആ ക്യാമ്പസ് നമ്മളുടെ ഇന്നത്തെ ഒരു പ്രതിഷേധ പരിപാടി കൊണ്ട് മാത്രം നാളേക്ക് ഇവിടെ ഒരു ഗേറ്റ് വരുന്നുള്ളത് അത് നമ്മുടെ വിജയമാണ്. ഇങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ ഇനി ഇവരുടെ അനാസ്ഥക്കെതിരെ നമ്മൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. കൃത്യമായ സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റും യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്നും നമുക്കറിയാം, നമുക്ക് വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് ഉണ്ട്, മറ്റേതുണ്ട്, വലിയ സൗകര്യങ്ങൾ ഇല്ല. പക്ഷെ കൃത്യമായ രീതിയിൽ ഇവിടെ പ്രതിഷേധ അവകാശങ്ങളുടെ നമ്മൾ